ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് പോവായിരുന്നു. പോകുന്ന വഴി എന്റെ കാലൊന്ന് തെന്നിയതാ. അങ്ങനെ ആ ക്യാരറ്റ് താഴെ വീണ്. എന്റെ ക്യാരറ്റ് ഞാൻ എടുത്ത് തിന്നാനുണ്ടല്ലോ. ക്യാരറ്റ് മുന്നിൽ കിടന്നിട്ട് ഞാൻ കഴിക്കരുതെന്നോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ബണ്ടിയുടെ ക്യാരറ്റ് നീ തിന്നരുത്. ഞാൻ നിനക്ക് വേറെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുതരാം. അവൻ കഴിച്ചോട്ടെന്നേ. ഇതിപ്പോ നിലത്ത് വീണു പോയല്ലോ. എനിക്ക് അതുകൊണ്ട് ഇനി ഇതിന്റെ ആവശ്യമില്ല. ബണ്ടി സ്കൂൾ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നേ. നമ്മളെ തൊട്ട് പിന്നാലെ അവൻ സ്കൂളിലേക്ക് വരുമായിരുന്നു. അവൻ മാർക്കറ്റിൽ നിന്നല്ല വന്നത്. അപ്പോ അവന്റെ കയ്യിൽ എങ്ങനെ ക്യാരറ്റ് വരുക? അവനെന്ത് വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. സ്കൂളിലേക്ക് പോവാം, അപ്പ അറിയാലോ. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ഒരു സ്പോർട്സ് സൈക്കിൾ ഉണ്ടാവട്ടെ. ഇന്നേ വരെ ആരും കാണാത്ത തരത്തിലുള്ളത്. വീർ, വേഗം വന്ന് എന്റെ സൈക്കിളിന്റെ കൂടെ നീ ഒരു റേസ് നടത്ത്. അതിന് എന്റെ കയ്യില് സൈക്കിൾ ഇല്ലല്ലോ. പക്ഷെ ഒരു കഴുതയുണ്ടല്ലോ. എന്താ മോളെ ഇത്തിരി പോന്ന ഉണ്ടപ്പക്രു ഇംലി, നീ റേസ് വെക്കുന്നോ? വീറിന് അല്ലെങ്കിലും ധൈര്യം ഇല്ലല്ലോ. ഇവന്റെ കയ്യിൽ ഇത്ര അടിപൊളി സൈക്കിൾ എവിടുന്നാ വന്നത്? വീട്ടിൽ നിന്ന് നടന്നാണല്ലോ വന്നത്. എന്ത് ഷോ ഓഫ് ഇവൻ കാണിക്കുന്നേ. ചെലപ്പോ ചെഡാങ്കള് വാങ്ങിക്കൊടുത്തതായിരിക്കും. ഫെദർ 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 ഓഫ് ഓൾ വെദർ. മിസ്റ്റർ കക്കടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവട്ടെ. എന്നിട്ട് വീറിനെ നല്ലൊരു പാഠം പഠിപ്പിക്ക്. ഇത് കേൾക്ക്. വീർ, നിനക്ക് ഇത്ര ധൈര്യമോ? ബണ്ടിയെ പോലെ വളരെ ബുദ്ധിമാനും സമർത്ഥനും ഇന്റലിജന്റുമായ ഒരു കുട്ടിയെ നീ ബുദ്ധിമുട്ടിച്ചോ? വേഗം ചെവിക്ക് പിടിക്ക്. സർ, ഇവൻ സാറിനോട് കള്ളം പറയുന്നയാ. നീയും ചെവിക്ക് പിടിക്ക്. വീരനെ പോലെ ഉഴപ്പനും മരമണ്ടനും വികൃതിയുമായ ഒരു കുട്ടിക്ക് സൈഡ് പറയുന്നോ? സർ, പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. ഇംലി, സാറിനോട് തർക്കുത്തരം പറയരുത്. സാർ എന്താ പറയുന്നത് വെച്ചാ അതുപോലെ ചെയ്യും. ഇംലി, എനിക്കിവിടുന്ന് പിടി വിട്ടേ പറ്റൂ. ഞാൻ നിന്റെ പിന്നാലെ തന്നെ വരാം. എന്നിട്ട് നിന്നെ വന്ന് ഉറപ്പായി രക്ഷിക്കാം. ഐ ട്രസ്റ്റ് യു വീർ. നീ വിഷമിക്കണ്ട, ഞാൻ പേടിക്കില്ല. Wing suit on. മാഗ്നറ്റിക് ഷീൽഡ് പൊട്ടിക്കാൻ പാടാണ്. അപ്പൂപ്പനോട് സഹായം ചോദിച്ചേ പറ്റൂ. ഇതൊരു അൾട്രാ മാഗ്നറ്റിക് ഷീൽഡാണ്. നിന്റെ ലേസർ ബീം ഉപയോഗിച്ച് ഇതിനെ തകർക്കാൻ സാധിക്കില്ല. നമ്മൾ മറ്റെന്തെങ്കിലും വഴി ആലോചിച്ചേ പറ്റൂ. ഇത്രയും വലിയൊരു പർവ്വതത്തിന്റെ എല്ലാ സൈഡും അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഷീൽഡ് ഇല്ലാത്തതായി ഏതെങ്കിലും ഒരു സ്ഥലം കാണും. ഇത് കണ്ടില്ലേ? ഈ സ്ഥലത്ത് മാഗ്നറ്റിക് ഷീൽഡ് ഇല്ല. ദേ, നീ അവിടെ ഒരു പൈപ്പ് കാണുന്നില്ലേ? അത് ഈ പർവ്വതത്തിന്റെ അടിയിലൂടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ പൈപ്പ് ഇപ്പോ വരണ്ടിരിക്കുകയാണ്. അതിൽ വെള്ളമൊന്നുമില്ല. അപ്പോ നിനക്ക് ആ പൈപ്പിനുള്ളിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. ടണല് ക്രോസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല അപ്പൂപ്പ. ആ ടണല് ക്രോസ് ചെയ്യാനായി ഞാൻ നിനക്ക് പുതിയൊരു ഗാഡ്ജറ്റ് തരാം. വീർ, നീ ജിണ്ടുവിനെ വിളിക്ക്. ജിണ്ടു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. ജിണ്ടു ഒരുപാട് നാളിന് ശേഷം അടിച്ചു പൊളിക്കാൻ അവന്റെ വീട്ടിലേക്ക് പോയിരിക്ക. അവന് ഞാൻ ലീവ് കൊടുത്തിരിക്ക. ഇംലിയെ രക്ഷിക്കാൻ ഞാൻ തന്നെ ധാരാളമാ. വീർ, നിനക്ക് ഞാനൊരു ലേസർ കട്ടർ തന്നിട്ടുണ്ട്. ആ ലേസർ കട്ടർ ഉപയോഗിച്ച് ഏതൊരു മെറ്റലിനെ മുറിക്കുവാൻ സാധിക്കും. അതിപ്പോ എത്ര ബലമുള്ള വസ്തുവാണെങ്കിലും ശരി. പക്ഷേ അത് നിനക്ക് ഒരു തവണയേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ എനർജിയും തീർന്നു പോവുകയും ചെയ്യും. അപ്പോ വീണ്ടും റീചാർജ് ചെയ്യേണ്ടതായും വരും. അതുകൊണ്ട് വളരെയധികം അത്യാവശ്യം വരുന്നതുവരെ നീ അത് ഉപയോഗിക്കാനും പാടില്ല.
താങ്ക് യു അപ്പൂപ്പ. ടണല് വളരെ വേഗം ക്രോസ് ചെയ്യാനായി ഞാൻ നിനക്ക് സ്ലൈഡിംഗ് വീൽ തന്നിട്ടുണ്ട്. അതിന്റെ സഹായത്തോടെ നിനക്ക് ടണലിലൂടെ ഈസിയായി വളരെ വേഗത്തിൽ സ്ലൈഡ് ചെയ്ത് പോകുവാൻ സാധിക്കും. താങ്ക് യു അപ്പൂപ്പ. ഓൾ ദ ബെസ്റ്റ് വീർ. സ്ലൈഡിംഗ്. അതെന്താ? ഹേ റോബോ ബോയ്, ഇതൊക്കെ എന്താ? നിങ്ങള് ദൂരേക്ക് പോയിക്കോ. നീ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് പകരം ആദ്യം സ്വയം എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്ക. വേണമെങ്കിൽ നിന്റെ ജെറ്റ് പവർ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. എന്ത് ചെയ്താലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. റോബോ ബോയ് രക്ഷിക്കേ. എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഏതോ ഒരു ശക്തി എന്നെ അകത്തോട്ട് വലിക്കുക. അങ്കിൾ, ഞാൻ കാറിന്റെ മുകളിൽ നിൽക്കാം. ഞാൻ പറഞ്ഞ ഉടനെ ഫുൾ ആക്സിലേറ്റർ കൊടുക്കണം. അങ്ങനെ വണ്ടിയുടെ സ്പീഡ് കൂട്ടണം. ഓക്കേ റോബോ ബോയ്. ഫുൾ സ്പീഡ് ഓൺ. ഫുൾ പവർ ഓൺ. It's a danger of battery discharge. No problem. Full power on. Full power on. വീറിനെ മാക്സ് ബ്ലാക്ക് സർക്കിളിലേക്ക് കുടുക്കി. ബ്ലാക്ക് സർക്കിളോ? അതെന്താ? ആദ്യമെല്ലാം തെളിച്ചു പറയൂ. ജിണ്ടു വീർ അപകടത്തിലാണ്. നീ ഒന്ന് വേഗം വാ. ഒന്നവിടെ നിക്ക്. ഞാൻ ഓടി ആകെ തളർന്നു പോയി. നിക്ക് ജിണ്ടു, വേഗം വാ. ഇപ്പൊ നിന്റെ ഓർമ്മ ഞാൻ തിരികെ കൊണ്ടുവരാം. എന്റെ ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്റെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ശ്രീമാൻ കഴുതച്ചേട്ടാ, ദയവായി പറഞ്ഞാലു താങ്കൾ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ എന്റെ പുറകെ എങ്ങനെ നടക്കാൻ? ചുൾബുൾ, നമ്മൾ എങ്ങനെ എവിടെ എത്തിയത്? നീയാള് കൊള്ളാമല്ലോ. വീർ അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോ നീ എന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നോ? അത് ശരി, ഇപ്പൊ അങ്ങനായോ? വാദി പ്രതിയായ കഥയാണല്ലോ. ജിൻടു, ചുൾബുൾ, നിങ്ങൾ എത്ര നേരമായിട്ട് അന്വേഷിക്കുക? വീറിനെ ബാഡ്മാക്സ് ഒരു ബ്ലാക്ക് സർക്കിളിന്റെ അകത്ത് കുടുക്കി കൊണ്ടുപോയി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യാ? ജിണ്ടുവിന്റെ ഓർമ്മകളൊക്കെ മാഞ്ഞു പോയിരുന്നു. ഞാൻ അവന്റെ പിന്നാലെ ഓടി വന്ന് ഇവിടം വരെ എത്തി. ഇവന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നതാ. നീ എങ്ങനെയാ അവന്റെ ഓർമ്മ തിരികെ കൊണ്ടുവന്നത്? ഇങ്ങനെ ഈ തെങ്ങിനിട്ട് ഒരു തൊഴി കൊടുത്തു. ആരോ റോബോട്ടിനെ വിൽക്കുന്നു. റോബോട്ടിനെ വേണോ? റോബോട്ട്, പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്, വീട്ടിലെ പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ റോബോട്ട്. അങ്കിൾ, എനിക്കൊരു റോബോട്ടിനെ വേണം. അതിനെന്താ മോനെ, തരാമല്ലോ. ഞാനിതെന്താ ഇങ്ങനെ കൊണ്ടുവന്ന് റോബോട്ടിനെ വിൽക്കുന്നത്? ഒതളങ്ങ വിൽക്കുന്നത് പോലെയാണല്ലോ റോബോട്ടിനെ വിൽക്കുന്നത്. എടോ മണ്ടച്ചാരെ, ഇത് 21-ാം നൂറ്റാണ്ടാണ്. താൻ ഏത് യുഗത്തിലെ കാര്യമായി പറയുന്നത്? തന്റെ മോന് റോബോട്ടിനോടുള്ള താല്പര്യം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എന്റെ വകയായിട്ട് ഞാനിത് നിനക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അതെ, ഫ്രീ ഗിഫ്റ്റ്. നിന്നെ പോലുള്ള മിടുക്കന്മാരായ കുട്ടികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വലുതാകുമ്പോൾ സയന്റിസ്റ്റുകളാകുമല്ലോ. വാ മോനെ, ഇതെങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് ഇവിടെ എന്തോ അപകടം ഉണ്ടെന്നാ. ആ തടിക്കാരനാളത്ര ശരിയല്ല. നേരെ ചെന്ന് അയാൾക്ക് നൈസായിട്ട് ഒരു തൊഴി കൊടുത്തു നോക്കാം. ഇയാളെ കാണാൻ ടിംബക്ടൂനെ പോലെ ഉണ്ടല്ലോ. ഒരു തൊഴിയൂടെ കൊടുത്തു നോക്കാം. അയ്യോ രക്ഷിക്കണേ, ഈ കഴുത എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നത്? രക്ഷിക്കണേ. ഇതാണ് സെന്റ് മേരി സ്റ്റുഡൻസിന്റെ റോബോട്ട്. അടുത്തതായി ആര്യശിക്ഷ മന്ദിർ സ്കൂളിലെ റോബോട്ട് വരുന്നതാണ്.
അടിപൊളി, നല്ല കിടലൻ ചായ കേട്ടോ. ഫ്രണ്ട്സ്, അടുത്തതായി വരുന്നു ഇന്റർനാഷണൽ സ്കൂളിലെ സ്റ്റുഡന്റ് റോക്കിയുടെ റോബോട്ട്. ഞാനിതാ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു റോബോട്ടിന് എന്റെ റോബോട്ടിനെ ബൈക്ക് റേസിൽ തോൽപ്പിക്കാൻ കഴിയുമോ? എന്റെ കയ്യില് 2 ബൈക്കുണ്ട്. ഒന്നില്ലെങ്കിൽ എന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ തോൽവി സമ്മതിക്ക്. എന്നിട്ട് എന്റെ റോബോട്ടിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്ക്. എന്റെ റോബോട്ടിന് ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. ഈ ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു.